الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് എത്തിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദീനിയായ സകല കാര്യങ്ങളും പഠിച്ചെടുക്കുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അറിവിൻ്റെ പ്രാധാന്യവും അറിവില്ലായ്മയുടെ പ്രശ്നവും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അറിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു പഠിതാവ് അനിവാര്യമായും നിർവഹിക്കേണ്ട രണ്ട് ദൗത്യങ്ങളെ സംബന്ധിച്ചാണ്. അറിവിൻ്റെ രണ്ട് റിസൾട്ടുകളാണത്. ഒന്ന് പ്രവർത്തനമാണ്, അമലാണ്. അറിഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നത് അറിവിൻ്റെ റിസൾട്ടാണ്. അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അറിഞ്ഞവരുടെ മേൽ ബാധ്യതയാണ്. അറിവ് പ്രവർത്തിക്കാനുള്ളതാണ്. പ്രവർത്തനം, ഇബാദത്ത്, അൽ അമാലു സാലിഹ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്.
അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നാം സൃഷ്ടിക്കപ്പെട്ടതു തന്നെ അതിനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. രണ്ടാമത്തേത് പ്രബോധനമാണ്, ദഅവത്താണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നാം സൃഷ്ടിക്കപ്പെട്ട കാര്യം ആ ലക്ഷ്യം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് അതറിയാത്തവരെ ക്ഷണിക്കുക എന്നുള്ളത് അതറിഞ്ഞവരുടെ മേൽ ബാധ്യതയാണ്. കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ആ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു ബാധ്യതയുമാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം ഓരോരുത്തരും അറിവ് പഠിക്കുന്നവരാണ്. ഖുർആനും ഹദീസും സ്വായത്തമാക്കുന്നവരാണ്. ഇൽമു പഠിക്കുന്ന നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയുമുണ്ട്. പ്രബോധനം എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യത എന്നതുപോലെ തന്നെ അതിലുപരി പഠിതാക്കളുടെ, പഠിച്ചവരുടെ പ്രത്യേക ബാധ്യതയാണ്. നാം ഓരോരുത്തരും ദീനിൻ്റെ ദായികളാകുക എന്നതാണ് നാം പഠിച്ച അറിവിലൂടെ നാം ആർജിച്ചെടുക്കേണ്ടത്. പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നത് പോലെ തന്നെ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ക്ഷണിക്കുന്നവരാകുക എന്നുള്ളത് ഏറെ വിശിഷ്ടമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത് വലിയ തൗഫീഖിൽപ്പെട്ടതാണ്. അത് വലിയ ഉത്തരവാദിത്തമാണ്. നോഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ള, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ള, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ള, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ള, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള വലിയ വലിയ ആൾക്കാർ ചെയ്ത പ്രവർത്തനമാണ്. ഉന്നത ദറജയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഡ്യൂട്ടിയാണത്. സ്ഥാനമുള്ളവരുടെ പ്രവർത്തനമാണത്. അമ്പിയാക്കന്മാരുടെ ജോലിയാണത്. കഴിഞ്ഞുപോയ അയിമ്മത്തുകളുടെ, സഹാബാക്കടക്കമുള്ള മഹോന്നതന്മാരുടെ പ്രവർത്തനമാണത് ദഅവത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദഅവത്തിനെ സംബന്ധിച്ച് നാം ഏതാനും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നാളെ നാം ദഅവത്ത് ചെയ്യേണ്ടവരാണ് എന്നതിനാൽ, നാളത്തെ ഉമ്മത്തിൻ്റെ ദായികളാണ് നമ്മൾ എന്നതിനാൽ, ഒരു ദായി എന്താകണം, ആരാകണം, ദഅവത്ത് എന്താണ്, ദഅവത്തിൻ്റെ ഉത്തരവാദിത്തം എത്രത്തോളം വലുതാണ് പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അറിവ് പഠിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ദഅവത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ, ദഅവത്ത് എന്ന വിഷയം വിശാലമായ ഒരു വിഷയമാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അതിലേതാനും ചില കാര്യങ്ങൾ നോട്ടാക്കി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശരിയാവണ്ണം കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രബോധനം എന്നത്, ഒന്നാമത്തെ കാര്യം, പ്രബോധനം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനോട് ആവശ്യപ്പെട്ട വലിയൊരു ഉത്തരവാദിത്തമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു സമുദായം ഉണ്ടാകണം. നിങ്ങളിൽ നിന്നും ഒരു സമുദായം ഉണ്ടാകണം, ഒരു ജമാഅത്ത് ഉണ്ടാകണം, ഒരു സംഘം ഉണ്ടാകണം. എന്താണ് സംഘത്തിന്റെ പ്രത്യേകത? യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ, തിന്മ നിരോധിക്കുന്ന, അങ്ങനെയുള്ള ഒരു ജമാഅത്ത്, ഒരു സംഘം നിങ്ങളിൽ നിന്നും ഉണ്ടാകണം.
ഈ നിങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്ന അള്ളാഹുവിന്റെ പ്രയോഗത്തെ മുഫസ്സിറുകൾ രണ്ടായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില മുഫസ്സിറുകൾ പറഞ്ഞു ഇവിടെ മിൻ എന്നുള്ളത് അത് വെറുതെ മിൻ എന്നുള്ളത് തബഈലിന്റെ മിന്നല്ല, പൂർണ്ണാർത്ഥം കിട്ടുന്ന അർത്ഥത്തിലാണ് മിൻ പ്രയോഗിച്ചിട്ടുള്ളത്. നിങ്ങളിൽ നിന്നും ചിലരുണ്ടാകണം എന്നല്ല അർത്ഥം, നിങ്ങൾ ഓരോരുത്തരും ആകണം എന്നാണ് അർത്ഥം എന്ന് ചില മുഫസ്സിറുകൾ, ഇമാം ബഗവിയെ പോലുള്ള മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചു. ചില മുഫസ്സിറുകൾ മിൻ എന്നത് തബഈലിന്റെ മിന്നാണ്, നിങ്ങളിൽ ചിലരുണ്ടാകണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വിശദീകരിച്ചു. ഇമാം ഖുർത്തുബിയെ പോലുള്ളവർ അങ്ങനെയാണ് വിശദീകരിച്ചത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നിങ്ങളിൽ നിന്നും ചിലരുണ്ടാകണം എന്ന് പറഞ്ഞത് ഇത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. ദഅവത്ത് ചെയ്യാൻ അറിവ് വേണം, ഉലമാക്കൾക്കാണ് ദഅവത്ത് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അതിന് സാധിക്കുന്നവർ എന്നർത്ഥത്തിലാണ് വൽതകും മിൻകും, നിങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ നിരോധിക്കുന്ന ഒരു കൂട്ടർ നിങ്ങളിൽ ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒരു സംഘം നിങ്ങളിൽ നിന്നുണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണിത്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വയദ്ഖുലു ഫീ ദാലിക്, നിങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്ന് പറയുന്ന ഈ കൂട്ടരിൽ പെടും അൽ ഉലമാഉ അൽ മുഅല്ലിമൂന ലിദ്ദീൻ, ദീൻ പഠിപ്പിക്കുന്ന ഉലമാക്കൾ, വൽ വുആദുൽ ലദീന യദ്ഊന അഹ്ലൽ അദിയാൻ ഇല ദുഖൂലി ഫീ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പ്രാസംഗികന്മാർ, വയദ്ഊന അൽ മുൻഹരിഫീന ഇലൽ ഇസ്തിഖാമ, നേരെ ചൊവ്വെ നടക്കാൻ വേണ്ടി വ്യതിചലിച്ചവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാർ ഇതിൽ പ്രവേശിക്കും. വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ ഇതിൽ പ്രവേശിക്കും. വൽ മുതസദ്ദൂന ലിതഫഖുദി അഹ്വാലിൻ നാസി വഇൽസാമിഹിം ബിശ്ശറഅ, ജനങ്ങളുടെ അവസ്ഥകൾ അന്വേഷിച്ച് അവരെ ദീനനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കുന്ന, നിർബന്ധിപ്പിക്കുന്ന, അവിടെ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങുന്ന ആൾക്കാരും ഇതിൽ പെടുന്നതാണ് എന്ന്. നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് പോലെ, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി, നോമ്പ് നോൽക്കാൻ വേണ്ടി, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയൊക്കെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഈ വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു സംഘമുണ്ടാകണം എന്ന് പറയുന്ന സംഘത്തിൽ പെടുന്നതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘം നമ്മളാകണം. അള്ളാഹു നമ്മെ കൽപ്പിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അത് ഏറ്റെടുക്കാൻ. അറിവ് പഠിക്കുന്നവർ എന്ന ഒരു കാരണത്താൽ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി, നിങ്ങളിൽ ആരെങ്കിലും ഒരു മുൻകറിനെ കണ്ടാൽ, ശറഅ വിരോധിച്ച, ശറഅ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായി കണ്ടാൽ, ഫൽയുഗയ്യിർഹു ബിയദി, അവനത് അവന്റെ കൈ കൊണ്ട് എതിർക്കട്ടെ, തടയട്ടെ. ഫഇൻ ലം യസ്തതി' ഫബിലിസാനി, കൈ കൊണ്ട് തടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ നാവ് കൊണ്ട് തടുക്കട്ടെ. ഫഇൻ ലം യസ്തതി' ഫബിലിസാനി ഫബിഖൽബി, നാവ് കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അവൻ ഹൃദയം കൊണ്ടതിനെ തടയട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയാണ്. കൈകൊണ്ട് തടുക്കേണ്ടത്, അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് കൈകൊണ്ട് പറ്റുന്നില്ല എങ്കിൽ നാവ് കൊണ്ട് നാം അതിനെ എതിർക്കണം, അത് പാടില്ല എന്ന് പറയണം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ടതിനെ വെറുക്കുകയെങ്കിലും ചെയ്യണം എന്ന്. ഈ ആയത്തിനെയും ഈ ഹദീസിനെയും ഇതുപോലുള്ള ആയാത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ചിട്ട് ഉലമാക്കൾ ദഅവത്ത് എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ മേൽ ഫർളായ ഒരു കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ദഖീഖിൽ അഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ദഅവത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് ഈ ഹദീസിലെ വൽ യുഗയ്യിർഹു ബിയദി എന്നുള്ള അവന്റെ കൈ കൊണ്ട് അതിനെ തടുക്കട്ടെ എന്ന ഭാഗം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഫഹു അംറു ഈജാബിൻ ബിഇജ്മാഇൽ ഉമ്മ, ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട്, ഇത് വാജിബായ
ഒരു കർമ്മത്തിന്റെ കൽപ്പനയാണ് എന്ന്. ഈ കർമ്മം ചെയ്യൽ വാജിബാണെന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന്. വഖദ് തതാബക്കൽ കിതാബു വസുന്നതു അലാ വുജൂബിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും വാജിബാണെന്നത് അറിയിക്കുന്ന ധാരാളം ആയാത്തുകളും ഹദീസുകളും ഉണ്ട് എന്ന്. വഹുവ ഐലൻ മിനൻ നസീഹത്തിൽ ലത്തി ഹുവ മിനദ്ദീൻ. അത് മറ്റുള്ളവരോടുള്ള നസീഹത്തും കൂടിയാണ് എന്ന്. ഇതേപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കർ ഇബ്നുൽ ജസ്സാസ്, അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാരെല്ലാം അംറും ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകറും, നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് വാജിബാണെന്ന് ഉമ്മത്തിന്റെ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. വിധികളിൽ ചിലർ അത് വാജിബല്ല എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മത്തിന്റെ വാജിബായ ഒരു കർമ്മമാണ് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ആ വാജിബ് കൊണ്ട് ഉദ്ദേശം എന്ത് എന്നതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഉലമാക്കൾ എഴുതി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ വാജിബ് കൊണ്ട് ഉദ്ദേശം ഫർദു കിഫയ, സാമൂഹിക ബാധ്യതയാണ് ഇവിടെയുള്ളത്. എന്നാൽ ആ ബാധ്യത നിർവഹിക്കൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ വ്യക്തി ബാധ്യതയുമാകാം, അവിടെ വേറെ ആരും നിർവഹിക്കാനില്ല എങ്കിൽ. അപ്പോൾ ദഅവത്ത് എന്നുള്ളത് ഫർദു കിഫായ ആകുന്നത് പോലെ തന്നെ ഫർദു ഐനുമാകുന്നതാണ് എന്ന്. ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. ദഅവത്ത് ചെയ്യാൻ ആരുമില്ല എങ്കിൽ അവിടെ ഉള്ളവരുടെ മേൽ വ്യക്തിബാധ്യതയാകും, അതിന് കഴിവുള്ളവരുടെ മേൽ, ഇൽമുള്ളവരുടെ മേൽ വ്യക്തിബാധ്യതയാകുമെന്ന്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു അമലാണ് ദീനിൽ വാജിബ് എന്നുള്ള ഹുക്മ് ഇജ്മാഓടുകൂടി പണ്ഡിതന്മാർ നൽകിയ ഒരു അമലാണ് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ദഅവത്ത് എന്നുള്ള അമല് വലിയ അമലാണ്, നിർവഹിക്കൽ നിർബന്ധമുള്ള, അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഉത്തരവാദിത്തമായി ഏൽപ്പിച്ച മഹത്തരമായ ഒരു അമലാണ്. വലിയ വലിയ പ്രവാചകന്മാരെ പോലുള്ള മഹാന്മാർ നിർവഹിച്ച അമലാണ് ദഅവത്ത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്ത് എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും നല്ല ഗുണമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ, ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാ. എന്താ കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരുമാണ് എന്ന് ഉലമാക്കൾ എഴുതി. ഇവിടെ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഉത്തമരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്. 1 നന്മ കൽപ്പിക്കുക, 2 തിന്മ നിരോധിക്കുക, 3 അള്ളാഹുവിനെ അംഗീകരിക്കുക. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഉലമാക്കൾ എഴുതി, ഇവിടെ ഒന്നാമത് പറയേണ്ട തുഅ്മിനൂന ബില്ലാഹ് അള്ളാഹ് 3ാമത് പറഞ്ഞു. വതഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി എന്ന 2 ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വതുഅ്മിനൂന ബില്ലാഹ് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം, മുഅ്മിനീങ്ങളുടെ, അള്ളാഹുവിനെ അംഗീകരിച്ചവരുടെ ഏറ്റവും ഉത്കൃഷ്ടമായ വിശേഷണമാണ് നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും എന്നതിനാലാണ് അവയെ മുന്തിച്ചത് എന്ന്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹ് സഹായിക്കുന്നതാണ് എന്ന്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹ് സഹായിക്കുന്നതാണ്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു ശക്തനും ഇസ്സത്തുള്ള ആളുമാണ് എന്ന്. അള്ളാഹുവിനെ സഹായിക്കുന്നവരാരാ? അള്ളാഹ് തന്നെ പറഞ്ഞു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ് സലാത്ത വആതവുസ് സകാത്ത വഅമറു ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ആരാണ് അള്ളാഹിനെ സഹായിക്കുന്നവർ? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാണ് എന്നുള്ള പറയുകയാണ്. നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരും അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ്. അള്ളാഹുവിനെ സഹായിച്ചവരെ അള്ളാഹ് സഹായിക്കുമെന്ന് അള്ളാഹ് വാദ ചെയ്യാൻ. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഏറെ വിശേഷമായി അള്ളാഹു എടുത്തു പറയുന്നത്, ഇൻ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് നാം സൗകര്യം ഏർപ്പെടുത്തി കൊടുത്താൽ, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ, അവർ അഖാമുസ് സലാത്ത വആതവുസ് സകാത്ത വഅമറു ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ, നിസ്കാരം നിലനിർത്തും, സകാത്ത് കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ നിരോധിക്കും.
ഇതവരുടെ ഉത്തരവാദിത്തമായി അവർ ഏറ്റെടുക്കുമെന്ന്. സൗകര്യമുള്ളവർ, സാധിക്കുന്നവർ, അവർ ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹു എടുത്തു പറയുന്നത്. ആ കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇവരാണ് അള്ളാഹിനെ സഹായിക്കുന്നവർ. അള്ളാഹുവിനെ സഹായിക്കുന്നവർ അള്ളാഹ് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് വിശദീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളേറെ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ ദഅവത്തായി ഇറങ്ങുന്ന ആൾക്കാർ അവർ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹുവിന്റെ സഹായം എന്തായാലും ഉണ്ടാകും. അവരുടെ സ്വഭാവം എന്താണ്? അവസരങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമെന്നതാണ്. നിസ്കരിക്കുന്നത് പോലെ, സകാത്ത് കൊടുക്കുന്നത് പോലെ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ, അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാണ് എന്ന. നന്മ കൽപ്പിക്കാനും തിന്മ നിരോധിക്കാനും മുഅ്മിനീങ്ങൾ പ്രത്യേക സമയം നോക്കാറില്ല, സ്ഥലം നോക്കാറില്ല. സൗകര്യവും സാഹചര്യവും ഉള്ളിടത്ത് ദീൻ പറയുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. എവിടെയായാലും ദീൻ പറയണം. ചിലർക്കൊക്കെ മടിയാണ്. ഇതൊക്കെ ദീൻ പറയേണ്ട സദസ്സ, ഇവിടെ നമ്മളൊക്കെ ചിരിച്ച് തമാശ പറയുമ്പോൾ നീ ദീൻ പറയാ, ഇത് കല്യാണ സദസ്സല്ലേ, ഇത് വീട് കൂടുന്ന സദസ്സല്ലേ, നമ്മൾ യാത്ര പോയല്ലേ, നമ്മൾ വെറുതെ ചായ കുടിക്കാനിരുന്നല്ലേ, ഇവിടെ നീ ആയത്തു ഹദീസ് ഓതുക എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. അത് കപടന്മാരുടെയും ദേഹച്ചക്കാരുടെയും സ്വഭാവമാണ്. മുഅ്മിനീങ്ങൾക്ക് ദഅവത്ത് ചെയ്യുന്നതിന് സമയമോ സന്ദർഭമോ സാഹചര്യമോ ഇല്ല. ഒത്തുവന്നാൽ, സൗകര്യമായി കഴിഞ്ഞാൽ അതേത് സ്ഥലത്തായാലും ശരി ദഅവത്ത് ചെയ്യാൻ മുഅ്മിനീങ്ങൾ രംഗത്ത് വരും. അതേത് സമയത്തായാലും ശരി മുഅ്മിനീങ്ങൾ ദഅവത്ത് ചെയ്യാൻ മുന്നോട്ട് വരും. അത് ദഅവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദഅവത്തിന് സമയമോ സ്ഥലമോ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. മറ്റ് ഇബാദത്തുകൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ദഅവത്തിന് അങ്ങനെയൊന്നില്ല. യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത്, ജയിലിൽ കിടക്കുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലുള്ള കൂടെ കിടക്കുന്ന ജയിൽവാസികളോട് പറയുന്നത് അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അള്ളയാണോ ഖൈറ്, അതല്ല ഈ നിങ്ങൾ പറയുന്ന കുറെ അർബാബുകളാണോ ഖൈറ്? അവിടെ ഞാൻ ജയിലിലാണെന്നൊരു ടെൻഷൻ അടിച്ചിരിക്കല്ല ചെയ്യുന്നത്, മറിച്ച് അവിടെയും ദാവാ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ദഅവത്തിനെ സംബന്ധിച്ച് അല്ലാഹു സൂറത്തുൽ നൂഹിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഞാൻ എന്റെ കൗമിനെ ദഅവത്ത് ചെയ്തത് രാവും പകലുമാണ് എന്നാണ്. രാവും പകലും ദഅവത്താണ്. പ്രിയമുള്ളവരെ, ഇത് വലിയ ഉത്തരവാദിത്തമാണ്, വലിയ അമലാണ്. നൂഹ് നബിയെ പോലുള്ള മഹാന്മാർ രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെയ്ത ഉത്തരവാദിത്തമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങളുടെ വീട്ടുകളിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ, വെയിലും മഴയും നോക്കാതെ കയറി ചെല്ലുമായിരുന്നു. പറയുമായിരുന്നു, ഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, നിങ്ങൾ വിജയിക്കുന്നതാണ് എന്ന്. അങ്ങനെയുള്ള വലിയൊരു അമലാണ് ദഅവത്ത്. ഈ ഉമ്മത്തിന്റെ വിശിഷ്ട ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയുന്നു എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും മുനാഫിക്കുകളെ ഇകഴ്ത്തിക്കൊണ്ടും അല്ലാഹു സംസാരിക്കുന്നവിടെ അല്ലാഹു പറഞ്ഞു, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ പരസ്പരം ചങ്ങാതിമാരാണ്. സ്നേഹത്തിലും സഹകരണത്തിലും സഹായത്തിലും അവർ ഔലിയാക്കളാണ്. ഫിൽ മഹബ്ബത്തി വന്നുസ്ർ, സ്നേഹത്തിലും സഹകരണത്തിലും സഹായത്തിലുമെല്ലാം പരസ്പരം ചങ്ങാതിമാരാണ് മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളാണ്. എന്താണ് മുഅ്മിനീങ്ങളായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത വയുതൂന അസ്സകാത വയുതീഊന അല്ലാഹ വറസൂല. മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം ചങ്ങാതിമാരായി ചെയ്യുന്ന അമലെന്താ? അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ നിരോധിക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു പറയാൻ, ഉലൈക സയർഹമുഹുമുല്ലാഹ്, ഉലൈക സയർഹമുഹുമുല്ലാഹ്, ഇക്കൂട്ടരെ പിന്നീട് അല്ലാഹു കാരുണ്യം ചൊരിയുന്നതാണ് എന്ന്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു കാരുണ്യം ചൊരിയുമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് അർത്ഥം. നേരത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നവർ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരാണ് എന്നാണ്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് സയർഹമുഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ദഅവത്ത് എന്നുള്ള ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അല്ലാഹു പ്രയോഗിക്കുന്ന, അവർക്ക് അല്ലാഹു നൽകുമെന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കൂ. അവർ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരാണ് എന്നാണ്. അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട് എന്നാണ്. ഇതൊക്കെ വലിയ വാഗ്ദാനങ്ങളാണ്. നാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്.
ഈ ഉമ്മത്തിന്റെ വിശിഷ്ട ഗുണമായി അള്ളാഹു നമ്മെ പഠിപ്പിച്ച അമലാണ് ദഅവത്ത്. മൂന്നാമത്തെ കാര്യം, ദഅവത്ത് ചെയ്യാതിരിക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ ഉണർത്തുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതും ദഅവത്ത് എന്ന അമലിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിനെ ആക്ഷേപിച്ചുകൊണ്ട് ഗൗരവത്തിൽ ഉണർത്തി, ലുഇനൽ ലദീന കഫറു മിൻ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുള്ള കാഫിറുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു, അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം, ദാവൂദിന്റെ നാവിലൂടെയും ഈസ ഇബ്നു മറിയമിന്റെ നാവിലൂടെയും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്തുകൊണ്ടാണ് ശപിക്കപ്പെട്ടത്? ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ, അവർ ധിക്കാരം പ്രവർത്തിക്കുന്നവരും പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരുന്നു. അവർ അള്ളാഹുവിന്റെ കൽപ്പനകളോ നിരോധനങ്ങളോ നിർദ്ദേശങ്ങളോ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ല. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഇസ മാ കാനൂ യഫ്അലൂൻ, അവർക്കിടയിൽ ഉണ്ടാകുന്ന മ്ലേച്ഛമായ കാര്യങ്ങളെ നിരോധിക്കുമായിരുന്നില്ല, തടയുമായിരുന്നില്ല. അവർ ചെയ്യുന്നത് എത്ര മോശമായ പ്രവർത്തനമാണ് എന്ന്. അവർ നന്മ കൽപ്പിക്കുകയോ തിന്മ നിരോധിക്കുകയോ ചെയ്യുമായിരുന്നില്ല. തിന്മ ചെയ്യുന്നത് കണ്ടാൽ അവർ ഇതിനെ വിലക്കുമായിരുന്നില്ല, നന്മ കൽപ്പിക്കുമായിരുന്നില്ല. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്തൊരു മുൻകർ അതവർ പരസ്പരം നിരോധിക്കുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ പ്രവാചകന്മാരുടെ നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവെ സത്യം ചെയ്തു പറയാൻ, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ ചെയ്യണം, തിന്മ നിരോധിക്കുക തന്നെ ചെയ്യണം. ഔ ലയുഷികന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബ മിൻഹു സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ, അള്ളാഹുവിന്റെ കോപം നിങ്ങളിൽ ഇറങ്ങുമ്പോൾ, നിങ്ങൾ ആ കോപം മാറാൻ, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ശിക്ഷ നീക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന്, ആ ശിക്ഷ നിങ്ങൾ അർഹരായി തീരുമെന്ന് വളരെ ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംറു ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും നടത്താത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നത്, ദഅവത്തിന് വേണ്ടി ഇറങ്ങാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദായിയായി ദഅവത്ത് എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തവരായി നമുക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ സാധിക്കണം. അതിനുവേണ്ടിയാകണം നമ്മുടെ പഠനം, അതിനുവേണ്ടിയാകണം നമ്മുടെ സമയം ചെലവാക്കലുകൾ, അതിനുവേണ്ടിയാകണം നമ്മുടെ ഉറക്ക ചെലവാക്കലുകൾ. ലക്ഷ്യബോധമുള്ളവരാകണം പഠിക്കുമ്പോൾ. ഞാൻ എന്തിനു പഠിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ഞാൻ പഠിക്കുന്നത് ഖുർആനും ഹദീസുമാണ്. ഖുർആനും ഹദീസും അള്ളാഹുവിൻ്റെ രണ്ട് വഹീകളാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്. ഇത് ഞാൻ പഠിക്കുന്നത് ഇന്ന് ദുനിയാവിലെ ജീവിതത്തിന്റെ വിജയത്തിനും നാളെ പരലോകത്തുള്ള ജീവിതത്തിനും വേണ്ടിയാണ്. ഈ പഠിച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അമലാക്കുന്നത് പോലെ തന്നെ എനിക്കിത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ നാട്ടുകാർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അറിഞ്ഞ സത്യം അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതെന്റെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞിറങ്ങാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, ബല്ലിഗു അന്നി വലൗ ആയ. ലക്ഷക്കണക്കിന് സഹാബാക്കളെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങൾക്ക് അള്ളാന്റെ ദീൻ എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തം കഴിഞ്ഞു പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സഹാബാക്കളാണ് മുമ്പിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ഈ ദീൻ സഹാബാക്കൾക്ക് ശരിയാവണ്ണം പഠിപ്പിച്ചു കൊടുത്തിട്ട് അവസാന വർഷത്തിൽ ആ ഒരുമിച്ച് കൂട്ടിയ സഹാബാക്കളോട്, ദീൻ പഠിപ്പിച്ചു കൊടുത്ത സഹാബാക്കളോട് എഴുന്നേറ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, ഏയ് ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന്. സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങ് അങ്ങയുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്, അങ്ങ് അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. നീ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം, നീ എന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം
നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഇതാ ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കളെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം നിർവഹിച്ച മഹാൻ അനുയായികളോട്, അനുചരവൃത്തന്മാരോട്, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്നും എത്തിക്കണം, ഇത് നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന്. അതേ പ്രിയമുള്ളവരെ, ആ ഉത്തരവാദിത്തം കൈമാറി വന്നവരാണ് നമ്മൾ. അവരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ, അവരുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. ഉലമാക്കൾ അമ്പിയാക്കന്മാരുടെ വാരിധീങ്ങളാണ്. അവർ ചെയ്ത ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅനി. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അങ്ങ് പ്രഖ്യാപിക്കുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. ഇതാണ് എൻ്റെ മാർഗം എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇതാണ് എൻ്റെ ദഅവത്തിന്റെ മാർഗം, ഇതാണ് എൻ്റെ മൻഹജ്, ഇതാണ് എൻ്റെ സുന്നത്ത് എന്നാണ്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. അലാ ബസീറ, അറിവോടുകൂടി, ഇൽമോടുകൂടി. ഞാൻ മാത്രാണോ? അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ചിട്ട് എഴുതി, ആരൊക്കെ നബിയെ ഫോളോ ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ ബാധ്യതയാണ് നബി ചെയ്ത ഈ അമൽ ചെയ്യുക എന്നുള്ളത്. അതെന്താണ്? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന ബാധ്യത. അദ്ദഅവതു ഇല തൗഹീദ്, തൗഹീദിലേക്കുള്ള ക്ഷണം. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. സമയമുണ്ട് എങ്കിൽ, അല്ല എങ്കിൽ വരുന്ന ഖുതുബകളിലായി എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് നമുക്ക് വിശദീകരിക്കാം, സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദഅവത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചത്. ദഅവത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടും അറിയേണ്ട മറ്റൊരു കാര്യമാണ്, ദഅവത്ത് എന്നുള്ളത് സുഖകരമായ ഒരു അമലല്ല. ദഅവത്തിന് വേണ്ടി ഇറങ്ങുന്നവർ എവിടെയും പൂമാലകൾ കൊണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് മുമ്പിൽ പരവതാനികൾ വിരിക്കപ്പെട്ടിട്ടില്ല. എല്ലാ അർത്ഥത്തിലും സ്വീകാര്യരായ മഹാന്മാരായി അവർ അവരോധിക്കപ്പെട്ടിട്ടില്ല. ദഅവത്തിൻ്റെ മേഖല എന്നുള്ളത് സങ്കീർണമായ ഒരു വഴിയാണ്. ദഅവത്തിന്, ദീനിൻ്റെ ദഅവത്തുമായി ഇറങ്ങുന്നവർ പലതും സഹിക്കേണ്ടി വരും, പലതും ത്യജിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആർജവമുള്ളവരാവണം നമ്മൾ. ദഅവ രംഗത്തിറങ്ങുന്ന ദായിമാർക്കുണ്ടാകേണ്ടത് മനക്കരുത്താണ്. എന്തിനേയും സഹിക്കാനും എന്തിനേയും നേരിടാനുമുള്ള ചങ്കൂറ്റമാണ്. അതാണ് നമ്മൾ സഹാബാക്കളിൽ കണ്ടത്. 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് നൽകിയ ധൈര്യം അതായിരുന്നു. നിങ്ങൾ ആരെയും പേടിക്കരുത്. അള്ളാഹുവിൻ്റെ ദീൻ സംസാരിക്കുന്ന വിഷയത്തിൽ, ഹക്ക് തുറന്നു പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ആരെയും പേടിക്കരുത് എന്നുള്ള ആ ധൈര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ എപ്പോഴും ശത്രുക്കളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തുന്ന 2 ശത്രുക്കളാണുള്ളത്. ഒന്ന് ഇസ്ലാമിൻ്റെ പുറത്തുള്ള ശത്രുക്കൾ, കുഫാറുകൾ, ഇസ്ലാമിൻ്റെ വൈരികൾ, മുസ്ലിമുകളുടെ ശത്രുക്കൾ. ഇസ്ലാമിനെയും മുസ്ലിമുകളെയും മുച്ചൂടി നശിപ്പിക്കാൻ വേണ്ടി ഏത് സമയവും തക്കം പാർത്തിരിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അവരെയും നമ്മൾ കരുതിയിരിക്കണം. അവർ ഈ ഇസ്ലാമിൻ്റെ തനതായ ആദർശ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. അതിൻ്റെ ദായിമാരെ, പ്രബോധകന്മാരെ ശരിയാവണ്ണം ജീവിക്കാൻ അനുവദിക്കുകയില്ല. അവരെ ഏതെങ്കിലും രീതിയിൽ തടുക്കാനും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ശത്രുക്കളെയും നാം കരുതിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ശത്രുക്കൾ, മുനാഫിക്കുകൾ, ഹൃദയത്തിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുകയും പുറമെ ഇസ്ലാം ചമയുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ, അതേപോലെ തന്നെ ദേഹേച്ഛക്കാരായ ബിദഈകൾ, ലാലുകൾ, അവരും ഈ ദഅവത്തിന്റെ ശത്രുക്കളാണ്. അവരും ഹക്ക് പറയാൻ, ഹക്കിന്റെ മാർഗത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മെ സമ്മതിക്കുകയില്ല. പലവിധേനെ നമ്മളെ തടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 കൂട്ടരും
നിന്നെ തടയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. രണ്ടു കൂട്ടരും പല വിധേനെ ഈ ദഅവത്തിനെ മുടക്കാൻ വേണ്ടി രംഗത്ത് വരും. അള്ളാഹു പറഞ്ഞു, വലാ യസുദ്ദുന്നക അൻ ആയാത്തില്ലാഹി ബഅദ ഇദ് ഉൻസിലത് ഇലൈക. ഓ പ്രവാചകരെ, അങ്ങേക്ക് ആയാത്തുകൾ ഇറക്കപ്പെട്ടതിന് ശേഷം വലാ യസുദ്ദുന്ന, താങ്കളെ തടയാൻ പാടില്ല, സദ് ചെയ്യാൻ പാടില്ല. ആര്? കുഫാറുകൾ. ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കും, മാനസികമായി പ്രയാസപ്പെടുത്തും, പലതും തകർക്കും, നശിപ്പിക്കും, വധഭീഷണികൾ മുഴക്കും. അതൊന്നും താങ്കളെ തടയരുത്. വദ്ഉ ഇലാ റബ്ബിക്, താങ്കൾ റബ്ബിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, താങ്കൾ മുശ്രിക്കുകളിൽ പെട്ടു പോകാൻ പാടില്ല. റബ്ബിന്റെ ദഅവത്തായി താങ്കൾ മുന്നോട്ട് പോകണം, ഈ ദീനിന്റെ പ്രചാരണമായി മുന്നോട്ട് പോകണം. ഈ ആയാത്തുകൾ താങ്കൾ പറയുമ്പോൾ തടുക്കാൻ, എതിർക്കാൻ ആൾക്കാർ വരും, അവർ താങ്കളെ തടയാതിരിക്കട്ടെ എന്ന്. അത് താങ്കൾക്കൊരു പ്രശ്നമാവരുത്. ഇത് പലർക്കുള്ള പ്രശ്നമാണ്. ഞാൻ ദഅവത്തിനില്ല, ഞാൻ ദീൻ പറയില്ല, ഞാൻ എൻ്റെ കാര്യം, എൻ്റെ വീട്, എൻ്റെ സൗകര്യം, എൻ്റെ സുഖം. ദീൻ പറഞ്ഞാൽ പ്രശ്നമാണ്, ഹക്ക് തുറന്നു പറഞ്ഞാൽ പ്രശ്നമാണ്, ഒറ്റപ്പെടുത്തപ്പെടും, പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ദഅവത്ത് ഏറെ ശോഷിച്ചിരിക്കുന്നു. ദഅവ പ്രവർത്തനങ്ങൾ ഇന്ന് തീരെ ഇല്ലാതായിരിക്കുന്നു. എല്ലാവരും അവനവൻ്റെ കാര്യവുമായി ഉൾവലിഞ്ഞിരിക്കുന്നു. എന്താണ് കാര്യം? മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലായ്മ, മറ്റുള്ളവരുടെ പീഡനങ്ങൾ, അതൊന്നും സഹിക്കാനോ അതിനെയൊക്കെ നേരിടാനോ ഉള്ള ത്രാണിയുള്ളവർ ഇന്നില്ലാതായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹംദത്തുൽ ഖറാറിനെ പോലെ, ഉമർ ബിൻ ഖത്താബിനെ പോലെ, ബിലാൽ ബിൻ റബാഹയെ പോലെ, അമ്മാർ ബിൻ യാസിറിനെ പോലുള്ള സഹാബാക്കൾ ഇന്നില്ലാതായിരിക്കുന്നു. ദീനിനു വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ വലിയ വലിയ മഹാന്മാരായ മഹത്തുക്കൾ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ സഹിക്കുകയും ത്യജിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ ദീൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. ഈ ദീൻ കൊണ്ടാണ് നമുക്ക് മരിക്കാനുള്ളത്, ഖബറിൽ ജീവിക്കാനുള്ളത്, നാളെ ആഖിറത്തിലെത്താനുള്ളത്, പരലോകത്ത് രക്ഷപ്പെടാനുള്ളത്, സ്വർഗം നേടാനുള്ളത്. ഇത് നമുക്ക് കിട്ടണം. ഈ ദീൻ നമുക്ക് ശേഷമുള്ളവർക്കും കിട്ടണം. ഈ ദീനിലേക്ക് എല്ലാവരും വരണം. ഇതാണ് സത്യം. ഇതിലേക്ക് എല്ലാവരെയും നമുക്ക് ക്ഷണിക്കണം. ആ ഒരു ചിന്തയും താല്പര്യവുമുള്ള, ഞാൻ ജീവിച്ചിരിക്കെ ദീനെത്താത്തവർ എൻ്റെ മുമ്പിൽ, ദീൻ അറിയാത്തവർ എൻ്റെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുന്ന ദായിമാരാകാൻ നമുക്ക് സാധിക്കണം. അത്തരക്കാർ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. വളരെ കുറഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തീരെ ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. ദായിമാരുടെ അഭാവം ഇന്ന് വളരെയധികം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചങ്കൂറ്റമുള്ളവരായി, ധൈര്യമുള്ളവരായി ഇൽമ ആഴത്തിൽ പഠിക്കണം. ഇൽമ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നല്ല ദായിയായി രംഗത്തിറങ്ങാൻ നമുക്ക് സാധിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ശത്രുക്കൾ ദീനിന്റെ ഉള്ളിലുള്ളവർ. അവർ തർക്കിക്കാൻ വരും, സംവദിക്കാൻ വരും, എതിർക്കാൻ വേണ്ടി വരും. അതും താങ്കളെ തടയരുത് എന്ന്, അവർ താങ്കളോട് തർക്കിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഫലാ യുനാസിഉന്നക ഫിൽ അംർ വദ്ഉ ഇലാ റബ്ബിക് ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം. പ്രവാചകരെ, അങ്ങ് ചൊവ്വായ പാതയിലാണ്, അങ്ങ് നേരായ മാർഗത്തിലാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഹക്കിന്റെ എതിരാളികൾ പല വിദണ്ഡവാദങ്ങളുമായി താങ്കളുടെ രംഗത്തേക്ക് വരും, താങ്കൾ തർക്കിക്കാൻ വരും. അതൊന്നും താങ്കൾ കാര്യമാക്കേണ്ട. ഉദ്ഉ ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുക എന്ന്. എന്തൊക്കെയാണ് അവരുടെ വാദങ്ങൾ? ഇല്ലാത്ത ബിദഈ വാദങ്ങൾ. ബിദഈകളുടെ സ്വഭാവമാണ് അത്. സംവദിക്കാനും തർക്കിക്കാനും ബിദഈ വാദങ്ങളുമായി അവർ രംഗത്ത് വരും. അപ്പോൾ അവരോട് തർക്കിച്ചിരുന്ന് സമയം കളയരുത്. നമുക്കൊരുപാട് പഠിക്കാനുണ്ട്, വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. മുശ്രിക്കുകളെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാരെ എഴുതിയത്, അവർ വന്നിട്ട് നബിയോട് എതിർക്കാൻ വേണ്ടി വരും. അല്ല മുഹമ്മദ്, അള്ളാഹു കൊന്നതിനെ നീ തിന്നൂല, നീ കൊന്നതിനെ നീ തിന്നും, നമ്മൾ അറുത്തതിനെ നമ്മൾ തിന്നും, ചത്തതിനെ നമ്മൾ തിന്നോ? അവർ തർക്കിക്കാൻ വന്നത് എങ്ങനെയാണ്? അള്ളാഹു കൊന്നതിനെ നീ തിന്നൂല, നിങ്ങൾ കൊന്നതിനെ നിങ്ങൾ തിന്നും. ഇതെന്താണ്? നിങ്ങൾ കൊന്നതിനെ നിങ്ങൾക്ക് തിന്നാൻ പറ്റുമെങ്കിൽ അള്ളാഹു കൊന്നതിന് നിങ്ങൾക്ക് തിന്നൂടെ? അത് ശവം തിന്നൂടെ, മയ്യത്തിൽ തിന്നൂടെ എന്ന് ചോദിച്ചുകൊണ്ട് തർക്കിക്കാൻ വേണ്ടി വരും. പലിശയും ബൈഅവും കച്ചവടവും ഒരേപോലെ തന്നെയാണ്, എന്താ വ്യത്യാസം എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടി വരും. പണ്ഡിതന്മാരെ എഴുതി, അള്ളാഹു അവരെയാണ് എതിർത്തിട്ട് പറഞ്ഞത്. പ്രവാചകരെ, അവർ താങ്കളുടെ റിസാലത്ത് തന്നെ അംഗീകരിക്കാത്തവരാണ്. താങ്കൾ മുഹമ്മദ് അള്ളാന്റെ റസൂലാണെന്ന് അംഗീകരിക്കാത്തവരാണ്. അള്ളാഹ് മാത്രമാണ് ഇലാഹെന്ന് അംഗീകരിക്കാത്തവരാണ്. അവരോടാണോ മസാല വിഷയത്തിൽ താങ്കൾ തർക്കിക്കാൻ പോകുന്നത്? അത് പോകേണ്ടതില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട്
മസല വിഷയത്തിൽ തർക്കിക്കാൻ പോകേണ്ടതില്ല എന്നതിന് ഈ ആയത്ത് തെളിവാണ്. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന, കബറാളികളോട് തേടുന്ന, മരിച്ചുപോയവരെ ദർഗയിലുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരോട് ഇസ്തിഗാസന്റെ വിഷയത്തിലാണ് തർക്കിക്കേണ്ടത്, അല്ലാതെ മതവിഷയങ്ങളിലല്ല എന്ന് പറയാൻ പണ്ഡിതന്മാർ ഈ ആയത്ത് ഉദ്ധരിക്കാറുണ്ട്. അവിടെ ഇങ്ങനെയുള്ള വിദണ്ഡവാദങ്ങളുമായി വരുന്ന ആൾക്കാർ, നമ്മളെ എതിർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ, അവരൊന്നും നമ്മുടെ ദഅവത്ത് തടയാൻ പാടില്ല എന്ന്. ഈ രണ്ട് ശത്രുക്കളെ കരുതിയിരിക്കണം. ഈ രണ്ട് ശത്രുക്കൾ നമ്മുടെ ദഅവത്തിനെ തടയുന്നവരാകാൻ പാടില്ല. നമ്മുടെ ദൗത്യവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതിന് പ്രിയമുള്ളവരെ, ദഅവത്ത് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين.